Hi friends, welcome back to my channel. എൻ്റെ പേര് അനഘ. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ഡെൻടോക്ക് ലെക്ചർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സീരീസ് കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരം ഉണ്ടായി എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ നമ്മൾ ഈ ഒരു ലെക്ചർ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്നത്തെ ലെക്ചർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം കേരള യൂണിവേഴ്സിറ്റി ഹെൽത്ത് സയൻസിൽ ഫാർമക്കോളജിയാണ് കുറച്ചൊന്നും സെക്കൻഡ് ഇയർ സിലബസിൽ ബുദ്ധിമുട്ടുള്ളത്. അതൊന്ന് ഗ്രാസ്പ് ചെയ്യാനും അതോടൊപ്പം തന്നെ അതൊന്ന് മെമ്മറൈസ് ചെയ്യാനും മറ്റ് സബ്ജക്റ്റുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്നത്തെ ലെക്ചർ ഫാർമക്കോളജിയാണ്. ഫാർമക്കോളജിയിൽ നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് അതായത് NSAIDSനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ലെക്ചർ. അപ്പം ഈ ഒരു ലെക്ചറിന് കൂടാതെ ഇതിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്കത് മെമ്മറൈസ് ചെയ്യാനുള്ള ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ന്യൂമോണിക്സ് പോർഷനും കൂടിയുണ്ട്. അപ്പം അതുകൂടി ഉൾപ്പെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ലെക്ചർ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞങ്ങൾ അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഡെൻടോക്ക് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആണ്, NSAIDs ആണ് ഇന്നത്തെ ടോപ്പിക്ക്. എന്താണ് നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് നമുക്ക് നോക്കാം. All drugs grouped in this class have analgesics, antipyretic and anti-inflammatory actions in different measures. They are also called non-narcotic, non-opioid or aspirin-like analgesics. ഇനി നമുക്കിതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ആദ്യം തന്നെ നോൺ സെലക്റ്റീവ് കോക്സ് ഇൻഹിബിറ്റേഴ്സ് ആണ്, അതായത് ട്രഡീഷണൽ NSAIDs ആണ്. ആദ്യത്തേത് സാലിസിലേറ്റ്സ്, ഇതിന് എക്സാമ്പിളാണ് ആസ്പിരിൻ. പിന്നീട് പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്, ഇതിൽ വരുന്നതാണ് ഐബുപ്രൂഫൻ, നാപ്രോക്സൻ, ഹീറ്റോപ്രോഫൻ തുടങ്ങിയ ഡ്രഗുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ്. ഫെനമേറ്റ്, അതിന് എക്സാമ്പിളാണ് മീഫെനാമിക് ആസിഡ്. ഇനോളിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ് പൈറോക്സിക്കാം, ടീനോക്സിക്കാം തുടങ്ങിയത്. അസിറ്റിക് ആസിഡ് ഡെറിവേറ്റീവ് ആണ് കെട്രോലാക്, ഇൻഡോമെത്തസിൻ, നാബുമെട്രോൺ തുടങ്ങിയ ഡ്രഗുകൾ. പൈറസോണോൾ ഡെറിവേറ്റീവ്സ് ആണ് ഫിനൈൽ ബ്യൂട്ടസോൺ, ഓക്സിഫെൻ ബ്യൂട്ടസോൺ തുടങ്ങിയ ഡ്രഗുകൾ. അടുത്തതാണ് പ്രിഫറൻഷ്യൽ കോക്സ് 2 ഇൻഹിബിറ്റേഴ്സ്. ഇതിൽ വരുന്ന ഡ്രഗുകളാണ് നിമിസുലൈഡ്, ടിക്ലോഫിനാക്, എസെക്ലോഫിനാക്, മെലോക്സിക്കാം, ഇറ്റോഡലാക് തുടങ്ങിയ ഡ്രഗുകളാണ് ഇതിൽ വരുന്നത്. അടുത്തതാണ് സെലക്റ്റീവ് കോക്സ് 2 ഇൻഹിബിറ്റേഴ്സ്. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന ഡ്രഗുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെലികോക്സിബ്, ഇറ്റോറികോക്സിബ്, പാരികോക്സിബ് തുടങ്ങിയ ഡ്രഗുകളാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ വരുന്നത്. അടുത്തത് അനാൽജസിക്സ്, ആൻറ്റിപൈററ്റിക്സ് വിത്ത് പുവർ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആണ്. അതിൽ വരുന്ന ഫസ്റ്റ് വൺ പാരാ അമിനോഫിനോൾ ഡെറിവേറ്റീവ് ആണ്, എക്സാമ്പിൾ പാരസെറ്റമോൾ. സെക്കൻഡ് വൺ പൈറസോണോൾ ഡെറിവേറ്റീവ് ആണ്, എക്സാമ്പിൾ മെറ്റാമിസോൾ. തേർഡ് വൺ ബെൻസോക്സാസോസിൻ ഡെറിവേറ്റീവ് ആണ്, എക്സാമ്പിൾ നെഫോപാം. NSAIDSൻ്റെ ക്ലാസിഫിക്കേഷൻ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ന്യൂമോണിക്സ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ അവസാന ഭാഗം വരെ കാണുക. ഇവിടെ നിങ്ങൾക്ക് NSAIDs പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ചെറിയൊരു സിറ്റുവേഷൻ കാണാം. അതായത് ഒരു പേഷ്യൻ്റ് മൈൽഡ് മസിലേക്കും ഫീവറും ആയിട്ട് ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള സാഹചര്യങ്ങളിലാണ് NSAIDs യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇനി നമുക്ക് സാലിസിലേറ്റ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആസ്പിരിൻ ആണ് നമ്മൾ പ്രോട്ടോടൈപ്പായി എടുത്തിരിക്കുന്നത്. ദിസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് അനാൽജസിക്സ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്. ഇനി നമുക്കിതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. NSAIDs inhibiting both the COX-1 and COX-2 isoenzymes. This COX catalyzes the formation of prostaglandins and thromboxane from arachidonic acid. ഇനി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആണ്. ഫസ്റ്റ് വൺ ഈസ് അനാൽജസിയ. ഇറ്റ്സ് എ ഗുഡ് അനാൽജസിക്സ് ആൻഡ് റിലീവ് പെയിൻ ഓഫ് ഇൻഫ്ലമേറ്ററി ഒറിജിൻ വിതൗട്ട് യൂഫോറിക് ആൻഡ് ഹിപ്നോസിസ്. Pain originating from the integumental structures such as muscles, bones, joints and pain in connective tissues is relieved, but the vague visceral pain, aspirin is relatively ineffective, no development of tolerance and dependence. Second is antipyretic action. In fever, salicylates bring down the temperature to normal level, but in normal individuals, there is no change in temperature. It inhibits the prostaglandin synthesis in hypothalamus and reset the thermostat at the normal level, enhance sweating and cutaneous vasodilation, promote heat loss and assist in antipyretic action. Third one is anti-inflammatory action. At higher doses of 4 to 6 gram per day, aspirin acts as an anti-inflammatory agent. Signs of inflammation like tenderness, swelling, erythema and pain are already used or suppressed.
but the progression of disease in rheumatoid arthritis and rheumatic fever or osteoarthritis is not affected. Fourth one is respiration. In therapeutic dose of 4 to 6 gram per day, salicylates increase consumption of oxygen by skeletal muscles. The carbon dioxide production increases, which stimulate the respiratory center. Also stimulate the medullary respiratory center. Both these actions cause the respiratory depth and rate increase. These effects are dose dependent. Fifth one is acid-base and electrolyte balance. In respiratory alkalosis, pH becomes alkaline. This is compensated by increased excretion of HCO3 in urine. With respiratory depression, the pH decreases and there is acidosis. Toxic doses also depress the vasomotor center and cause the renal dysfunction, resulting in accumulation of strong acids of metabolic origin like lactic, pyruvic and acetoacetic acids. With high dose, dehydration occurs. Sixth is metabolic effects. Salicylates enhance the cellular metabolism. More oxygen is used and more carbon dioxide is produced, especially in skeletal muscles, leading to increased heat production. Glucose utilization is increased, leading to mild hypoglycemia. In toxic dose, hyperpyrexia, increased protein catabolism, negative nitrogen balance, and hyperglycemia due to central sympathetic stimulation, which decreases the adrenaline levels. Seventh is GIT. Aspirin is gastric irritant. Irritation of gastric mucosa leads to epigastric distress, nausea, and vomiting. In higher dose, gastric erosion, ulceration, and GI bleeding can occur. Eighth is CVS. In therapeutic doses, no significant CVS effects are seen, but in toxic doses, it depresses the vasomotor center and thus depresses the circulation. Ninth is immunological effect. In higher doses, salicylates suppress several antigen-antibody reactions. It inhibits antibody production, antigen-antibody aggregation, and antigen-induced release of histamine. These effects might also help in rheumatic fever. 10th one is blood. Even in small doses, aspirin inhibits thromboxane 2 synthesis by platelets. It therefore interferes with platelet aggregation and prolongs the bleeding time. Even a single dose can irreversibly inhibit thromboxane 2 synthesis in the platelets. Because platelets have no nuclei, they cannot synthesize cyclooxygenase and fresh platelets have to be formed to restore thromboxane 2 activity. നമ്മൾ നോക്കുന്നത് pharmacokinetics ആണ്. Salicylates are absorbed from the stomach and upper small intestine. But aspirin is such as poorly soluble, hence not well absorbed. When administered as microfine particles, absorption increases. Thus the particle size, pH of the GIT, solubility of the preparation and the presence of food in the stomach influence the absorption. നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റുകളാണ്. നോസിയ, എപ്പിഗാസ്ട്രിക് ഡിസ്ട്രസ്, വോമിറ്റിംഗ്, ഇറോസീവ് ഗാസ്ട്രൈറ്റിസ്, പെപ്റ്റിക് അൾസർ, റാഷസ്, യൂട്രിക്കാരിയ, ആൻജിയോഎഡിമ, ആസ്മ, nephrotoxicity and hepatotoxicity. In pregnancy, it delays the onset of labor due to inhibition of prostaglandin synthesis. ഇനി നോക്കുന്നത് ആസ്പിരിൻ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് എന്നാണ്. ഫസ്റ്റ് വൺ ഈസ് പെപ്റ്റിക് അൾസർ, സെക്കൻഡ് വൺ ഈസ് ലിവർ ഡിസീസസ്, ആൻഡ് തേർഡ് വൺ ഈസ് ബ്ലീഡിംഗ് ടെൻഡൻസീസ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് പ്രഗ്നൻസി. ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫീവർ, സെക്കൻഡ് ഈസ് അനാൽജസിക്സ്, third is inflammation, fourth is osteoarthritis, and fifth is post-myocardial infarction. ഇനിയുള്ളത് ഡ്രഗ് ഇൻട്രാക്ഷൻ ആണ്. Salicylate competes for protein binding sites and displays other drug resulting in toxicity with warfarin, naproxen, phenytoin and sulfonylureas. ഇനി നമുക്ക് NSAIDSൻ്റെ ക്ലാസിഫിക്കേഷൻ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു ന്യൂമോണിക്സ് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടൊരു സന്ദർഭം പറയുകയാണ്. പ്രോപ്പർ പ്യാരി എന്ന് പറയുന്ന ഒരു ആൺകുട്ടി സാലി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യാണ്. അവരുടെ മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുന്നത് അറ്റ്
അരീന ഇന്നോർബിറ്റ് പാർക്കിംഗ് സോൺ ആണ്. അപ്പം ഈ ഒരു സന്ദർഭം വെച്ച് നമുക്കൊരു സെൻറ്റൻസ് കിട്ടും, പ്രോപ്പർ പ്യാരി മീറ്റ് സാലി അറ്റ് അരീന ഇന്നോർബിറ്റ് പാർക്കിംഗ് സോൺ എന്നുള്ളത്. അപ്പം ഈ ഒരു സെൻറ്റൻസിലെ ഓരോ വേർഡും ഞാൻ എടുത്തെഴുതുകയാണ്. അതായത് പ്രോപ്പർ, പ്യാരി, മീറ്റ് എന്നുള്ളത് സെപ്പറേറ്റ് എഴുതുകയാണ്, സാലി അറ്റ് അരീന ഇൻ ഓർബിറ്റ് പാർക്കിംഗ് സോൺ. അപ്പം ഇതിലെ ഓരോ സെൻറ്റൻസും ഓരോ വേർഡും നമ്മളിങ്ങനെ എടുത്ത് എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഓരോ വേർഡും നോക്കാം. ഈ ഓരോ വേർഡും റെപ്രസെൻ്റ് ചെയ്യുന്നത് NSAIDSൻ്റെ ക്ലാസിഫിക്കേഷനിലെ ഓരോ ഹെഡിങ് ആണ്. പ്രോപ്പർ എന്നുള്ളത് പ്രൊപ്യോണേറ്റ് ആസിഡ് ഡെറിവേറ്റീവ്, പ്യാരി എന്നുള്ളത് പൈറോളോ ഡെറിവേറ്റീവ്, സാലി എന്നുള്ളത് സാലിസിലേറ്റ്സ്, അറ്റ് എന്നുള്ളത് ആന്ത്രാനിലിക് ആസിഡ് ഡെറിവേറ്റീവ്, അറീന എന്നുള്ളത് അറൈൽ എസറ്റിക് ആസിഡ് ഡെറിവേറ്റീവ്, ഇൻ എന്നുള്ളത് ഇൻഡോൾ ഡെറിവേറ്റീവ്, ഓർബിറ്റ് എന്നുള്ളത് ഓക്സിക്കാം ഡെറിവേറ്റീവ്, പാർക്കിംഗ് സോൺ എന്നുള്ളത് പൈറോസോണോൾ ഡെറിവേറ്റീവ്. ഇങ്ങനെ ഓരോ വേർഡും റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ മെയിൻ ഹെഡിങ്ങിലാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഓരോ കാറ്റഗറിയുടെയും എക്സാമ്പിളായിട്ട് വരുന്ന ഡ്രഗുകളെ പറ്റിയിട്ടാണ്. ഈ ഓരോ കാറ്റഗറിയിലെ ഡ്രഗുകളും അവസാനിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് വെച്ചിട്ടാണ്. ആ എൻഡിങ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. പ്രൊപ്യോണേറ്റ് ആസിഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ എൻഡ് ചെയ്യുന്നത് ഫെൻ വെച്ചിട്ടാണ്. ഐബുപ്രൂഫനുകളാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫെൻ വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. പൈറോളോ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡിക്ലോഫെനാക്, സോ ഫെനാക്. സാലിസിലേറ്റ്സ് ആണെങ്കിൽ എക്സാമ്പിൾ ആസ്പിരിൻ, എൻഡ് ചെയ്യുന്നത് പ്രിൻ വെച്ചിട്ടാണ്. ആന്ത്രാനലിക് ആസിഡ് ഡെറിവേറ്റീവ് ആണെങ്കിൽ എക്സാമ്പിൾ മീഫെനാമിക് ആസിഡ്, എൻഡ് ചെയ്യുന്നത് നാമിക് എന്നുള്ളത്. അറൈൽ അസറ്റിക് ആസിഡ് ആണെങ്കിൽ കെട്രോലാക്ക് ആണ് എക്സാമ്പിൾ, സോ എൻഡ് ചെയ്യുന്നത് ലാക്ക് എന്ന് വെച്ചിട്ട്. ഇൻഡോൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇൻഡോമെത്താസിൻ ആണ് എക്സാമ്പിൾ, സോ അസിൻ എന്നുള്ളത് എൻഡ് ചെയ്യുന്നു. അതുപോലെ ഓക്സിക്കാം ആണെങ്കിൽ പൈറോക്സിക്കാം ആണ് എക്സാമ്പിൾ, എൻഡ് ചെയ്യുന്നത് കാം വെച്ചിട്ടാണ്. പൈറോസോണോൾ ഡെറിവേറ്റീവ് ആണെങ്കിൽ എക്സാമ്പിൾ ഫിനൈൽ ബ്യൂട്ടസോൺ ആണ്, സോ ഇത് എൻഡ് ചെയ്യുന്നത് ബ്യൂട്ടസോൺ വെച്ചിട്ടാണ്. അപ്പം ഇതാണ് ഓരോന്നിൻ്റെയും എൻഡിങ് കീവേഡുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഓരോ സഫിക്സും നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്ന കോഡിൻ്റെ കൂടെ അതേ ഓർഡറിൽ ചേർത്ത് പഠിക്കുകയാണ്. അപ്പോൾ പ്രോപ്പർ പ്യാരി മീറ്റ് സാലി അറ്റ് അരീന ഇന്നോർബിറ്റ് പാർക്കിംഗ് സോൺ എന്ന കോഡിൻ്റെ കൂടെ ഈ ഓരോ സഫിക്സും നമ്മൾ ചേർത്ത് എഴുതുകയാണ് അതേ ഓർഡറിൽ തന്നെ. അപ്പോൾ പ്രോപ്പറിൻ്റെ കൂടെ ഫെൻ വരികയാണ്, പ്യാരിയുടെ കൂടെ ഫെനാക്ക് വരികയാണ്, സാലിയുടെ കൂടെ പ്രിൻ വരികയാണ്. അത് ഓർമ്മിക്കാൻ വേണ്ടി സാലി ലൈക്ക് പ്രിൻറ്റിങ് എന്ന് നമുക്ക് ഓർക്കാം. പിന്നെ ഉള്ളത് അറ്റാണ്, അറ്റിൻ്റെ കൂടെ നമുക്ക് നാമിക്ക് ചേർക്കാം, അത് ഓർമ്മിക്കാൻ വേണ്ടി ആൻഡ്ര ഈസ് എ നെയിം ഓഫ് ഗേൾ എന്ന് നമുക്ക് ഓർക്കാം. പിന്നെ ഉള്ളത് അരീനയാണ്, അതിൻ്റെ കൂടെ ലാക്ക് ചേർക്കാം, അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ലാക്ക് ഓഫ് പീപ്പിൾ സ്റ്റാൻഡിങ് ഇൻ അരീന എന്ന് ഓർക്കാം. പിന്നെ ഉള്ളത് ഇന്നാണ്, ഇന്നിൻ്റെ കൂടെ നമുക്ക് അസിൻ ചേർക്കാം, ഇത് ഓർക്കാൻ വേണ്ടി അസിൻ ഈസ് ഇന്ത്യൻ എന്ന് നമുക്ക് ഓർമ്മിക്കാം. പിന്നെ ഉള്ളത് ഓർബിറ്റാണ്, ഓർബിറ്റിൻ്റെ കൂടെ ക്യാം ചേർക്കാം. ഓർബിറ്റ് മോൾ ഈസ് ഫിറ്റഡ് വിത്ത് ക്യാമറ എന്ന കോഡ് നമുക്ക് ഓർക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് പാർക്കാണ്, പാർക്കിൻ്റെ കൂടെ നമുക്ക് ബ്യൂട്ടസോൺ ഉപയോഗിക്കാം, അതായത് പാർക്കിംഗ് സോൺ എന്ന് നമുക്ക് ഓർമ്മിക്കാം. അപ്പം നമുക്ക് പാർക്കിൻ്റെ കൂടെ ബ്യൂട്ടസോൺ ചേർക്കാം. ഇങ്ങനെ ഓരോ സഫിക്സും ഓരോ വേർഡിൻ്റെ കൂടെ ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് ഓരോ ഡ്രഗും ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ സാലി ലൈക്ക് പ്രിൻറ്റിങ് എന്ന് നമ്മൾ ഓർമ്മിക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് വേർഡ് കിട്ടുന്നുണ്ട്, സാലിയും അതുപോലെ പ്രിന്നും. സാലി വരുന്നത് സാലിസിലിക് ആസിഡ് ആണ്, സാലിസിലേറ്റ് ആണ്. പ്രിൻ ആണെങ്കിൽ നമുക്കറിയാം പ്രിൻ വെച്ച് എൻഡ് ചെയ്യുന്നത് ആസ്പിരിൻ, സോ സാലിസിലേറ്റ് എക്സാമ്പിൾ ആസ്പിരിൻ. സെക്കൻഡ് വേർഡാണ് അസിൻ ഈസ് ആൻ ഇന്ത്യൻ. അതിൽ നിന്ന് നമുക്ക് ഇൻ എന്നുള്ളത് ഇൻഡോൾ ഡെറിവേറ്റീവ് ആയിട്ടും അസിൻ്റെ സിൻ വെച്ച് എൻഡ് ചെയ്യുന്നത് ഇൻഡോമെത്താസിൻ ആയിട്ടും നമുക്ക് കിട്ടും. അപ്പം ഇൻഡോൾ ഡെറിവേറ്റീവിൽ വരുന്നതാണ് ഇൻഡോമെത്താസിൻ എന്ന് നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിക്കാൻ സാധിക്കും. പിന്നെ ഒരു എക്സാമ്പിളാണ് ആന്ധ്ര ഈസ് എ നെയിം ഓഫ് എ ഗേൾ. അതിൽ നിന്ന് നമുക്ക് ആന്ധ്ര എന്ന് വെച്ച് ആന്ത്രാനിക് ആസിഡ് ഡെറിവേറ്റീവ് എന്നും നാമിക് വെച്ച് എൻഡ് ചെയ്യുന്നത് മീഫെനാമിക് ആസിഡുമായിട്ട് നമുക്ക് കിട്ടും. സോ നമുക്ക് ആന്ത്രാനിക് ആസിഡ് ഡെറിവേറ്റീവ് എക്സാമ്പിൾ മീഫെനാമിക് ആസിഡ്. ഇങ്ങനെയാണ് ഈ ഒരു കോഡ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സന്ദർഭത്തിലെ വേർഡും അതിൻ്റെ കൂടെ ചേർന്ന് വരുന്ന സഫിക്സ് ഏതാണെന്നും കൃത്യമായിട്ട് ഓർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് കാറ്റഗറി ആണെന്നും ആ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗുകൾ ഏതെന്നും എളുപ്പത്തിൽ ഓർമ്മിക്കാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് NSAIDSനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പം ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും ഞങ്ങളെ അറിയിക്കുക. താങ്ക്